യെസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോക്സ് സമ്മാനോത്സവത്തിൻ്റെ നറുക്കെടുപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസത്തോളം കാലമായി ഫാബ്ലോക്കിനൊപ്പം നമ്മൾ നടത്തിയിരുന്നൊരു പ്രോഗ്രാമായിരുന്നു ലോക്സ് സമ്മാനോത്സവം. ഈ സമ്മാനോത്സവത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്കായിട്ട് നമ്മൾ പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കോൺടെസ്റ്റിൽ പങ്കെടുത്ത എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ബമ്പർ സമ്മാനം 5 മൊബൈൽ ഫോണുകളാണ് നമ്മൾ ബമ്പർ സമ്മാനമായി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില ഫീഡ്ബാക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ക്യാഷ് ബാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ലെങ്തി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ, നമ്മൾ അക്കൗണ്ട് നമ്പർ അടിക്കണം, പേരടിക്കണം, ഡീറ്റെയിൽ ഫോൺ നമ്പർ അടിക്കണം, ഇതൊക്കെ അടിച്ചിട്ടാണ് നമുക്കത് കിട്ടുന്നത് എന്നുള്ള ചെറിയൊരു ഫീഡ്ബാക്ക് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു 1 ടൈം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഒരു തവണ മാത്രം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നമ്മൾ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാ ഡേറ്റയും ഓട്ടോ ഫില്ലാവുന്ന രീതിയിലായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നെ അതിനൊരു OTP നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം അത് കറക്റ്റായിട്ട് ഇന്ന ആൾക്ക് തന്നെയാണ് അത് കിട്ടുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് OTP സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ കിട്ടിയ വിലയേറിയ ഫീഡ്ബാക്കുകളെല്ലാം ഞങ്ങൾ വിലമതിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങൾ അതിൻ്റെ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ നറുക്കെടുപ്പിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രോഗ്രാമാണ്. കാരണം ഈ ഒരു ഫാബ്രിക്കേഷൻ ഫീൽഡിൽ ഒരു ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിലൊരു പ്രോഗ്രാം വേറൊരു കമ്പനിയും ഇങ്ങനെ ചെയ്തിട്ടില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ ലോക്സ് ആണ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഫീഡ്ബാക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സഹകരണവും ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ ഈ നറുക്കെടുപ്പിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 5 ബോളുകൾ വെച്ചിട്ടുണ്ട്. ഈ 5 ബോളുകളിലായിട്ട് നമ്മൾ ഫസ്റ്റത്തത് നമ്മൾ ആൽഫബറ്റ്സ് ആണ് ഫസ്റ്റത്തെ ബോളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കാരണം നമ്മൾക്ക് കിട്ടിയ എൻട്രി എല്ലാം നമ്മളൊരു എക്സൽ ഫയലിൽ ഒരു ഡാറ്റ ഷീറ്റായിട്ട് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ആ കിട്ടിയ ഡാറ്റ, എൻറ്റർ ചെയ്ത ഡാറ്റ നമ്മളൊരു അസെൻഡിങ് ഓർഡറിൽ നമ്മളൊരു ആൽഫബറ്റ്സും ബാക്കി 4 ഡിജിറ്റ്സും എന്നുള്ള രീതിയിലാണ് നമ്മളതിൽ എൻറ്റർ ചെയ്തിരിക്കുന്നത്. ഇതിലേത് രീതിയിലാണോ നമ്മൾ നറുക്കെടുപ്പ് കിട്ടുന്നത്, ആ കിട്ടുന്ന ആൾക്കായിരിക്കും നമ്മൾ ബമ്പർ സമ്മാനമായിട്ടുള്ള മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ AABB നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് J വരെയുള്ള ഡാറ്റയാണ് നമുക്ക് ഈ ഫസ്റ്റത്തെ ബോളിൽ നമ്മൾ ഇടുന്നുണ്ടാവുക. രണ്ടാമത്തെ ബോളിൽ നമ്മൾ 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സാണ് നമ്മൾ രണ്ടാമത്തെ ബോളിൽ ഇടുന്നത്. അത് 1 മുതൽ തുടങ്ങാൻ കാരണം നമ്മൾ 1001 മുതലാണത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 അതിലുണ്ടായിരിക്കില്ല. പിന്നെ ഇത് മുതൽ നമ്മൾക്ക് 0 മുതൽ 9 വരെയുള്ള എല്ലാ ഡാറ്റയും നമ്മൾ ബാക്കി 3 ബോളിലും ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു നറുക്കെടുപ്പ് രീതി. ഓരോ ഡിജിറ്റും നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഡിജിറ്റ് ആർക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ബാക്കിൽ സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ ആ കിട്ടുന്ന ഭാഗ്യവാനായിരിക്കും നമ്മൾ ഈ ബമ്പർ സമ്മാനമായി ലഭിക്കുന്ന മൊബൈൽ ഫോൺ നൽകുന്നുണ്ടാകും. ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഓരോ ബോളിലും നമ്മൾ ഇടുന്നത്. കാരണം നറുക്കെടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടിടുന്നത്. ഓരോന്നും ഫോൾഡ് ചെയ്തിട്ടിടാം. ഒരാളെന്ന് അജ്മലൊന്ന് 4 ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ബോളിൽ ഒരാളും കൂടി വന്നാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഇത് ഫോൾഡ് ചെയ്തിടാം. ഒരു ബോള് നോക്കണേ, ബോൾ മാറിപ്പോരുത്.
അത് മഞ്ഞ ആ ഇത് ഇതിലിടണല്ലേ, സോറി അത് മാറിപ്പോയോ. വരും ഇല്ല ഓക്കെ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കൂപ്പൺസും നമ്മൾ ഫോൾഡ് ചെയ്ത് ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നറുക്കെടുപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മളുടെ ബൗൾ നറുക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ടറായിട്ടുള്ള ഫസൽ സാറിനെ ക്ഷണിക്കുക. ഫസ്റ്റ് ടൈം എടുക്കുക, നല്ലോണം ഷേക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു മിനിറ്റ് ഓരോന്നോരോന്ന് എടുക്കല്ലേ. ഫസ്റ്റ് നമുക്ക് കിട്ടിയത് BB എന്നുള്ള ആൽഫബറ്റാണ് നമുക്ക് കിട്ടിയത്. നമ്പർ 3 ആണ് ആദ്യത്തെ ഡിജിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എയ്റ്റ്. ഫൈവ്. നയൻ. ഇത് 6 അല്ല 9 ആണ് അതിൽ എഴുതിയിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് കൺഫ്യൂഷനില്ല. അപ്പോൾ ആദ്യത്തെ ഭാഗ്യവാൻ്റെ സീരിയൽ നമ്പറാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന BB 3859. 3859 ആരാണെന്നുള്ളത് കോഴിക്കോട് പുറമേരി. ആ നമ്പർ ഒന്ന് വരാമോ? കോണ്ടാക്ട് നമ്പർ 9846 22 1150. ഓക്കെ, നമുക്ക് സുജിത്ത് CK എന്ന് പറയുന്ന കോഴിക്കോടുള്ള പുറമേരിയുള്ള ഒരാളുടെ കോണ്ടാക്റ്റാണ് നമുക്ക് ഈ നമ്പറിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് കോൾ ചെയ്ത് നോക്കുകയാണ്. ഡാറ്റ കാണിക്കണ്ടെന്നോ? ഹലോ, ഇത് സുജിത്ത് CK എന്ന് പറഞ്ഞ ആളാണോ? നിങ്ങൾ ഫാബ്രിക്കേറ്ററാണോ അതോ? ഓക്കെ. ഞാൻ ഫാബ്ലോക്കിൻ്റെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആ സമ്മാനോത്സവത്തിലൊരു നറുക്കെടുപ്പുണ്ടായിരുന്നു, അതിൽ ആദ്യത്തെ നറുക്ക് കിട്ടിയിരിക്കുന്നത് സുജിത് സാറിനാണ്. അപ്പോൾ ബമ്പർ പ്രൈസായിട്ടുള്ളൊരു മൊബൈൽ ഫോൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓഫീസിൽ നിന്ന് സാറിനെ കോൺടാക്ട് ചെയ്യും കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്, കൺഫേംഡ് ആണ്, ഫാബ്രിക്കേറ്ററാണ്. ഹലോ, 5. ഇത് ഇനി കിട്ടിയ ആൾക്ക് തന്നെ വീണ്ടും കിട്ടാനുള്ള സാധ്യതകളുണ്ടല്ലോ. അതുണ്ടല്ലേ, അത് മാറ്റി വയ്ക്കാൻ കഴിയില്ലല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം ബമ്പർ സമ്മാനം അടിച്ച ഒരാളുടെ നമ്പർ നമ്മൾ രണ്ടാമത് ഇതിലേക്ക് എല്ലാ കൂപ്പണുകളും ഇടുന്നതുകൊണ്ട് വീണ്ടും അതേ നമ്പർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമതത് മാറ്റിയെടുക്കുന്നതായിരിക്കും. ഓക്കെ, അതൊന്ന് മുൻകൂട്ടി എല്ലാ സുഹൃത്തുക്കളെയും അറിയിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മളുടെ നറുക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മറ്റ് ഡയറക്ടറായിട്ടുള്ള അബ്ദുറഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു.
യെസ് യെസ്. യെസ്. ഭാഗ്യം മാറി മറിയുന്നുണ്ട്. യെസ്. ഇത് ഡി എന്നാണ് ആൽഫബറ്റ് നമുക്ക് കിട്ടിയത്. ത്രീ. ടു. ഇത് രണ്ടെണ്ണം ഉണ്ട്. യെസ്. ഫോർ. ഒന്നുകൂടി ലാസ്റ്റ്. സീറോ. അപ്പോൾ രണ്ടാമത്തെ ഡിജിറ്റ്സ് നമുക്ക് ഫൈനലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അല്ല അല്ല സ്ക്രീനിൽ കാണില്ലല്ലോ. എന്നാൽ ഈ നമ്പറിലൊന്ന് നമുക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. കോൺടാക്ട് നമ്പർ എന്ന് പറയാമോ? മുഹസിൻ 92 07 17 37 09. എവിടെ സ്ഥലം? പൊട്ടച്ചിറ. ഹലോ, ഇത് മോസിൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണോ? ഓക്കെ. നിങ്ങൾ ഫാബ്രിക്കേറ്ററാണോ? ഓക്കെ. ഞാൻ ഫാബ്ലോക്കിൻ്റെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ സമ്മാനോത്സവത്തിൽ നറുക്കെടുപ്പിലൊരു ബമ്പർ സമ്മാനം കിട്ടിയത് മോസിനാണ്. ഒരു മൊബൈൽ ഫോണാണ്. അത് നമ്മൾ ഡെലിവറി നമ്മൾ അറേഞ്ച് ചെയ്യും. ഞാനിത് ഫസ്റ്റ് ഒന്ന് വെരിഫിക്കേഷന് വിളിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ എന്നാൽ ശരി. താങ്ക് യു. എന്താ പറഞ്ഞു? ലൗഡ് സ്പീക്കറോ? അപ്പോൾ 2 നറുക്കെടുപ്പ് നമ്മൾ വിജയകരമായി പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കോൺടാക്ട് ചെയ്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. 3ാമത്തെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ്. അടുത്ത നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നമ്മളെ മാർക്കറ്റിംഗ് മാനേജർ അഭിലാഷ് ക്ഷണിക്കുന്നു. F 3 5
Again 5. And 9. ഓക്കെ. പേരെന്താണ്? പേരെന്താണ്? ഹാഷിം. എവിടെ സ്ഥലം? കാട്ടാക്കട. നമ്പർ? ഓക്കെ. ഹലോ, ഇത് മിസ്റ്റർ ആഷിം എന്ന് പറഞ്ഞ ആളാണോ? സാറ് ഫാബ്രിക്കേറ്ററാണോ? ഓക്കെ. ഞാൻ ഫാബ്ലോക്കിൻ്റെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു കോൺടെസ്റ്റ് നടത്തിയിരുന്നു, സമ്മാനോത്സവം. അപ്പോൾ അതിൽ ബമ്പർ സമ്മാനത്തിൽ സാറിൻ്റെ പേരാണ് ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത്. ഒരു മൊബൈൽ ഫോൺ സാറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ എങ്ങനെ വാങ്ങിക്കുന്ന കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് സാറിനെ വിളിക്കും കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് ഒന്ന് വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചതാണ്. ഇപ്പം നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. ഓഫീസിൽ നിന്ന് വിളിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അങ്ങനെ അപ്പോൾ നെക്സ്റ്റ് ഇനി 2 കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ അടുത്തത് നറുക്കെടുപ്പിന് വേണ്ടി നമ്മുടെ മുനീബിനെ, ഏരിയ സെയിൽസ് മാനേജറാണ്, മുനീബിനെ ക്ഷണിക്കുന്നത്. യെസ്. DD ആൽഫബറ്റ്. എട്ട്. മൂന്ന്. ഒന്ന്. നാല്. കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം എവിടെയാണ് സ്ഥലം? ആരാണ്? അനിൽകുമാർ, കാസർഗോഡ്. നമ്പർ എന്ന് പറയാമോ? 9995 86 56 05 47. ഹലോ, ഇത് അനിൽകുമാർ സാറാണോ? സാർ ഫാബ്രിക്കേറ്ററാണോ? ഓക്കെ. ഞാൻ വിളിക്കുന്നത് ഫാബ്ലോക്കിൻ്റെ ഓഫീസിൽ നിന്നാണ്. നമ്മൾ ലോക്സ് സമ്മാനോത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൻ്റെ ബമ്പർ സമ്മാനം 1 സാറിനാണ് ലഭിച്ചിരിക്കുന്നത്. അതൊന്ന് ഇൻഫോം ചെയ്യാൻ വിളിച്ചതാണ്. മൊബൈൽ ഫോണാണ്. മോഡൽ നമ്മൾ ആൾറെഡി നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ സമ്മാനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺടെസ്റ്റിലെല്ലാം നമ്മൾ ആ ഫോൺ ഏതാണെന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇനി അതിനെക്കാട്ടിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കും. കാരണം അത് 4 മാസം മുന്നത്തതാണല്ലോ. അപ്പോൾ ഒന്നുകിൽ സെയിം മോഡലായിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് മുകളിലുള്ള ഏതെങ്കിലും മോഡലായിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പം നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്, നമ്മൾ ഓഫീസിലുള്ള എല്ലാവരും ഉണ്ട്. സാറിൻ്റെ ഫോണ് നമ്മൾ വീഡിയോ ലൈവായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സഹകരിച്ചതിന് നന്ദി, സന്തോഷം കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് സാറിനെ വിളിക്കും.
ഓഫീസിൽ നിന്ന് സാറിനെ വിളിക്കും. ബാക്കി എങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് ആളുകളുടെ ആകാംക്ഷയാണ്, ഏത് ഫോണാണ് എപ്പോൾ കിട്ടുന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം 4 കംപ്ലീറ്റ് ആയി. ഇനി 5ാമത്തെ ഫൈനൽ 5 ബമ്പർ സമ്മാനമാണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തേലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം 5ാമത്തെ നറുക്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സബിനെ, സൗത്ത് സോൺ ASM സബിനെ ക്ഷണിക്കുന്നു. ഐ ആണ് നമുക്ക് ആൽഫബറ്റ് ലഭിച്ചിരിക്കുന്നത്. ഐ. സെവൻ. നയൻ. 1 last. And finally 7. എവിടെയാണ്? എറണാകുളം. എല്ലാം വേറെ വേറെ ജില്ലയിലാണ്. അല്ല, എല്ലാം വേറെ വേറെ ജില്ലയിലാണ് കിട്ടിയത്. പറയാം. എന്താ പേര്? ഹസീം. നമ്പർ ഒന്ന് പറയാം. 99 95 22 8315. എന്താ പേര് പറഞ്ഞു? ഹസീം. ഹലോ, ഇത് ഹസീം എന്ന് പറഞ്ഞ ആളാണോ? ഫാബ്രിക്കേറ്റർ ആണോ? ഫാബ്രിക്കേഷൻ വർക്കാണോ? ഓക്കെ. ഞാൻ വിളിക്കുന്നത് ഫാബ്ലോക്കിൻ്റെ കമ്പനിയിൽ നിന്നാണ്. നമ്മളൊരു സമ്മാനോത്സവം എന്ന് പറഞ്ഞൊരു കോൺടെക്സ്റ്റ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ബമ്പർ സമ്മാനമായിട്ടൊരു മൊബൈൽ ഫോൺ ഇപ്പം സാറിനാണ് ലഭിച്ചത്. അപ്പോൾ അതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് എങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഓഫീസിൽ നിന്ന് സാറിനെ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കും. ഇപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്. അപ്പം നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യാൻ വിളിച്ചതാണ് സാർ. ഓക്കെ, സഹകരണത്തിന് നന്ദി. താങ്ക് യു. ഓക്കെ, ആയിക്കോട്ടെ, ശരി. ഓക്കെ. അതെ, ദിലീപാണ്. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നീട് വിളിക്കാം കേട്ടോ, ഓഫീസിൽ നിന്ന് വിളിക്കും. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ നമ്മുടെ 5 നറുക്കുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മൾ ഡയറക്റ്റ്ലി ഫോണിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇൻഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കിട്ടിയ എൻട്രീസ് എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാഷ് ബാക്ക് കിട്ടിയവരെയും കിട്ടാത്തവരെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കോൺടെക്സ്റ്റ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നല്ല ഒരു പ്രതികരണമാണ് ശരിക്കും നമുക്ക് ഈ ലോക് സമ്മാനോത്സവത്തിൽ നമുക്ക് മുഴുവനായിട്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കൂടുതൽ ആകർഷകമായ ഒരുപാട് സ്കീമുകൾ, സമ്മാന പദ്ധതികളെല്ലാം ഇനിയും ലോക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇനിയും ലോക്സുമായി, ഫാബ്ലോക്കുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, കഴിഞ്ഞില്ലേ? വേണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. എല്ലാവരും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ.
Logs, quality redefined.